പലതവണ പ്ലീറ്റ് അഴിച്ചിട്ട് ശരിയാക്കി വേണ്ടി വന്നൊരു ഫ്രോക്കാട്ടാണ് ഞാൻ ഈ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ യോക്കിൽ ഒരു സൈഡിൽ വീതിയുള്ള 3 പ്ലീറ്റ് ആകെ വരണുള്ളൂ കേട്ടോ. പക്ഷേ അതാണെന്നുണ്ടെങ്കിലും തന്നെ നമ്മൾ മിഷ്യത്തിൽ വെച്ചാൽ അപ്പോഴപ്പോൾ ഊർന്നു പോകണ സിൽക്കി ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് തന്നെ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് നല്ല പീസിൽ വെച്ചിട്ട് അടിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും എനിക്ക് ചെയ്യാനുള്ള ഒരു ഇണക്കത്തിന് കിട്ടാതെ വരുമ്പോഴേക്കും ഞാനത് പിന്നെ അഴിച്ച് ശരിയാക്കി എടുത്തിട്ടാണ് ഒരു വിധത്തെ അത് സെറ്റാക്കി എടുത്തത്. പിന്നെ ഒന്ന് അയൺ കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് നമ്മൾ ആ ഒരു പ്ലേറ്റ് സെറ്റ് ആക്കുമ്പോഴേക്കും സെൻറ്റർ ഭാഗവും കറക്റ്റ് വി ഷേപ്പിൽ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ അതും ആദ്യം ശരിയാവണുണ്ടായിരുന്നില്ല കേട്ടോ. ലെങ്ത് ആയിട്ടുള്ള സ്ലീവിൽ ഷോൾഡറിലും താഴെയും പ്ലീറ്റ് കൊടുത്തിട്ട് താഴത്തെ വശത്ത് ചെറിയ ഒരു വീതിയിൽ ബാൻഡ് കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെയാണെന്നുണ്ടെങ്കിലും പോട്ടിലി ബട്ടൺ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വിശ്രമമില്ലാതെ നമ്മൾ ചില സമയത്ത് പണിയെടുക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇതേപോലെ ഓരോ തണുത്ത വെള്ളം കൂടിയൊക്കെ ആകുമ്പോഴേക്കും അത് കിട്ടുന്ന ഒരു ആശ്വാസം വേറെ തന്നെയാട്ടോ. യോക്കിന് താഴെ വീതിയുള്ള ഒരു ബാൻഡൊക്കെ കൊടുത്തിട്ട് അതങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. പിന്നെ സത്യത്തിൽ ഈ ഒരു പ്ലീറ്റ് എടുക്കണതല്ലായിരുന്നു ശരിക്കുള്ള പാടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു എൻഡിങ്ങിൽ വരുന്ന ആ ഒരു പോട്ട്ലി ബട്ടൺ വെച്ചില്ലേ, അതായിരുന്നു ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നത് കേട്ടോ. പിന്നെ അതിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ചെയ്ത് നോക്കിയത് കൊണ്ടിട്ട് തന്നെ അത് ആ ഒരു സ്ലീവൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും എങ്ങനെ ഇരിക്കും എന്നുള്ള ആ ഒരു ടെൻഷനും കൂടിയൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇതുവരെ ചെയ്യാത്ത ഓരോ വർക്കും ചെയ്ത് നമ്മൾ ഒരു വിജയിപ്പിച്ചെടുക്കണം. നമ്മുടെ വേറൊരു എക്സ്പീരിയൻസ് കൂടിയാണല്ലോ.